ആദ്യമായിട്ട് ദീപം തെളിക്കൽ ചടങ്ങാണ്. നമുക്ക് ഈ പുതുവത്സര ദിനത്തിൽ നമ്മുടെ ഒരു ന്യൂ ജേർണി ലാമ്പ് ലൈറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് നമ്മുടെ ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഓൾ ഇൻ ഓൾ ഡയറക്ടർ സാറായ നന്ദിനി നീലാംബരി നോട്ടി പ്രൊഫസർ നെരിപ്പോട് ജാനുവരി 3 റിലീസാകുന്ന നമ്മുടെ ഒരുപ്പെട്ടവൻ എന്ന സിനിമയുടെയൊക്കെ ഡയറക്ടറായ നമ്മുടെ ഈ സിനിമയുടെ എല്ലാമായ ക്യാപ്റ്റനായ നമ്മുടെ സംവിധായകൻ ഹരിനാരായൺ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ പ്ലീസ് നമ്മുടെ സ്വന്തം ശ്രീ സംഘ സർ പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഒരു സംശയമില്ല സർ, പ്ലീസ്. നമുക്ക് സർ നമ്മുടെ ഡയറക്ടർ സാർ ഹരിനാരായൺ സാറിന്റെ ആദ്യത്തെ ലേറ്റസ്റ്റ് ആയി ഇറങ്ങുന്ന മൂവിയായ ഒരുമ്പെട്ടാനിലും സാർ ഒരു റോള് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂവിയിൽ ഒരു ത്രൂ ഔട്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സർ പ്ലീസ്. നിയാസിക നമ്മുടെ കൂടെയുണ്ട്, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ദീപം തെളിക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. സോ ഇപ്പൊ എല്ലാരും ടൈറ്റിൽ കണ്ടില്ലേ? ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ നസ്രിയ തിരിഞ്ഞു നോക്കി എന്നാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റില്. ഓക്കെ, ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി എന്നാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റില്. അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. സോ അപ്പം എന്താണ് ഇപ്പം ഇച്ചിരി കൗതുകം ഉണർത്തുന്ന ഒരു പേരാണല്ലേ. ഇപ്പം ഒരു കോമഡി, ഇപ്പൊ പറഞ്ഞു റൊമാൻസ്, കോമഡി, സസ്പെൻസ്, ത്രില്ലർ, മൂന്നും ഉള്ളൊരു ജേണറാണ്. സൂപ്പർ എക്സൈറ്റിംഗ് പ്രൊജക്ട് ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് ഡയറക്ടർ സാറിനെ തന്നെ വിളിക്കാം. ആരാണ് ഈ നസ്രിയ, എന്താണ് നമ്മുടെ ഈ ടൈറ്റിലിന്റെ ഒരു ഹൈലൈറ്റ്, എന്താണ് ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ പറയാൻ വേണ്ടി ഡയറക്ടർ സാർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. അത് പുതുവത്സരത്തിൽ ഇങ്ങനൊരു ടൈറ്റിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു സംവിധായകൻ്റെയും ഉള്ളിലുള്ള ആ എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും വളരെ 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 സന്തോഷം. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിൽ ക്ലാ ക്ലീക്ലിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ശങ്കർ ശങ്കറിൻ്റെ പണ്ടത്തെ ഇതിലെല്ലാം പുതുമുഖങ്ങൾ അഭിനയിക്കുന്നത്. അതാണ് പറയുന്നു, നമ്മുടെ ഈ സിനിമയിൽ എല്ലാം പുതിയ ആൾക്കാരാണ് പെർഫോം ചെയ്യുന്നത്. നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ യുവതികളുടെ ഫലമായ നമ്മളെയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കട്ടെ. എൻ്റെയൊക്കെ കാലത്ത് മറ്റുള്ള ആൾക്കാർ അസൂയോടുകൂടെ ശങ്കരനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അത്രയും എന്താണ് അവരുടെ എല്ലാ ആൾക്കാരുടെയും എന്താ പറയുക കണ്ണിലുണ്ണിയായിട്ടുള്ള ശങ്കരേട്ടൻ ഇവിടെ ഈ ചടങ്ങിന് സംബന്ധിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു ശങ്കരേട്ട. പിന്നെ നമ്മുടെ സോഹൻ സീനുലാൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. കല്യാണരാമൻ എന്ന സിനിമ മുതലുള്ള ബന്ധമാണ്, അതിപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നതിൽ സോഹനോടും നന്ദി പറയുന്നു. പിന്നെ നിസാർ മാമുക്കോയെ പിന്നെ നമ്മുടെ സ്വന്തം ആളാണ്. മാമുക്കയുടെ കൂടെ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്ത് പരിചയമുണ്ട്. അപ്പം അത് മകനിലൂടെ നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ നിസാർ മാമുക്ക ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്.
അദ്ദേഹം ഇവിടെ വന്നില്ല, നന്ദി. പിന്നെ എല്ലാ മീഡിയ പാർട്ട്നേഴ്സിനും, എല്ലാ മീഡിയയുടെ എല്ലാവർക്കും, എസ്പെഷ്യലി നിയാസ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരോടും നന്ദി പറയുന്നു. അത് ഞാൻ നന്ദി ലാസ്റ്റ് പറയേണ്ടതാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അത് തന്നെ അത് പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ക്ലിക്ലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ എത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. ക്ലിക്ലി നസ്രിയ തിരിഞ്ഞു നോക്കി, ഡോട്ട് ഡോട്ട് ഡോട്ട്, അതിന് പകരം നസ്രിയ. അപ്പോൾ നസ്രിയെ ആദ്യം പരിചയപ്പെടുത്താം. ഒരു ദിവ്യ, ഇതാണ് നമ്മുടെ നസ്രിയ. ബാക്കി ഒരുപാട് പുതുമുഖങ്ങളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് ടൈറ്റിൽ ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ ഈ കുട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. സെൽഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കും എന്താണെന്നുള്ളത്. ബാക്കി നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പേര് ദിവ്യ തോമസ്. ആക്ച്വലി ഇത് ഫീമെയിൽ ആയിട്ടുള്ള മലയാളത്തിലെ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിന് എനിക്ക് അവസരം തന്ന ഡയറക്ടർ സാറിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഓക്കെ, താങ്ക് യു. ഇതിൽ ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ് അഭിനയിക്കുന്നത്, പറഞ്ഞല്ലോ. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതൊരു റൊമാൻസ് കോമഡിയിലൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു പ്രത്യേക ട്രാക്കിലാണ് ഇത് സഞ്ചരിക്കുന്ന ഈ സിനിമ. തമാശയുണ്ട്, സസ്പെൻസ് ഉണ്ട്, അത്യാവശ്യം ത്രില്ലർ മൂമെൻസുകളുണ്ട്, 3 പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. പ്രശാന്ത് മോഹൻ MP എത്തിയോ? പ്രശാന്ത്, വിനീത് ശ്രീനിവാസൻ, വൈക്കം വിജയലക്ഷ്മി, സിതാര കൃഷ്ണകുമാർ, ഈ 3 പേരുമാണ് ഇതിൽ പാടുന്നത്. പിന്നെ ക്യാമറ DOP ഫൈസൽ വി ഖാലിദ്, അദ്ദേഹം ലേറ്റായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നിരവധി തമിഴ് സിനിമകളും മലയാള സിനിമയൊക്കെ ചെയ്ത് പ്രശസ്തനാണ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ക്രൂകളും, ആർട്ട്, എല്ലാ ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഏറ്റവും ഒന്നാം തീയതി ഈ സാധനം ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രൊമോഷൻ കൂടി നടത്തുന്നു. എൻ്റെ ഒരുമ്പെട്ടവൻ എന്നുള്ള സിനിമ 3rd റിലീസാണ്, ജനുവരി 3rd. അത് എല്ലാവരും അത് ഒറ്റ കെട്ടായി അതിനും വേണ്ട എല്ലാ പ്രൊമോഷനും എല്ലാ മീഡിയാസും തരണം. ഒരുമ്പെട്ടവൻ എന്നുള്ളത് അത് കുറച്ചു നേരം കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക, അതാണ് വേണ്ടത്. പണ്ട് പഠിച്ചില്ല അല്ല പാഠം? മാമുക്കാന്ന് വെച്ചാൽ കറക്റ്റായിരുന്നു പറഞ്ഞത്, മാമുക്കാണ്. ഓക്കെ, അപ്പൊ എനിവേ എന്തായാലും സന്തോഷം. ഇവിടെ എല്ലാവർക്കും എത്തിച്ചേർന്നതിൽ എല്ലാവരോടും നന്ദിയുണ്ട്. താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവിടെ വന്നിട്ട് കുറച്ച് നേരം ഈ പേര് പഠിക്കുകയാണ്, ഇത് ഒന്നിവിടെ പറയണ്ടേ. അതേമാതിരി തന്നെ അവരുടെ ഈ മാറ്റുക, ഇതെല്ലാം കൺഫ്യൂഷനുള്ള പേരുകളാണ്. ഏതായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുമുഖങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ നിർമ്മിച്ച സിനിമകളിലും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അധികവും വലിയ സ്റ്റാർസിനെ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, റിക്. അതും ഒരുപാട് വലിയ സ്റ്റാർസ്, പക്ഷേ ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തലൈ രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമ എല്ലാം പുതുമുഖങ്ങളായിരുന്നു. തമിഴ് സിനിമയാണ്. ആ കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ആ സിനിമ, ആ പ്രൊഡ്യൂസർ, ആ ഡയറക്ടർ, അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളെ വെച്ച് ആ സിനിമ എടുത്തു. ആ സിനിമ ബിസിനസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ടു. 100 പ്രൊജക്ഷൻ ഇട്ട് വരും ആ സിനിമ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, കാണും, തിരിച്ചു പോകും. ഒരുപാട് കുറ്റം പറയും, അത് പറയും, ഇത് പറയും, ഇത് ആർട്ടിസ്റ്റ് ഇല്ല, അതില്ല, ഡിബേറ്റ് ഇല്ല, ഫൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോകും. അവസാനം ആ പ്രൊഡ്യൂസർ തിരിച്ചുപോയി. 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പുള്ളി തന്നെ 7 പ്രിൻ്റ് എടുത്ത് പണം റിലീസ് ചെയ്തു. 365 ദിവസം കഴിഞ്ഞിട്ടാണ് അത്
തിയേറ്റർ എന്ന സിനിമ എടുത്തത് അത്രയ്ക്ക് വലിയ ഹിറ്റായി മാറി. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് മുന്നിലിരുന്ന് പൂക്കൾ. അതിൽ ഞാൻ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ് മോഹൻലാൽ, പിന്നെ അതുപോലെ പൂർണിമ ചേര, ഫാസിൽ, ജെറി അമൽദേവ്, ഇവിടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണ്. ആ പടം ഇതുപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അപ്പോൾ നല്ല കഥ, അതുപോലെ തന്നെ നല്ല മ്യൂസിക്, 3 പാട്ടുണ്ടെന്ന് പറഞ്ഞു, നല്ല മ്യൂസിക്, ഹ്യൂമർ എല്ലാം ഉള്ളൊരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവാം. നല്ലൊരു കഥയും വേണം. പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ഇറക്കിയാൽ നല്ല പ്രൊമോഷൻ വേണം. ആ പ്രൊമോഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാം. സിനിമ, നല്ല സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും, അതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മൾ സിനിമക്കാർ ഈ വർഷമെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നാണല്ലോ ഓരോ വർഷവും വരുമ്പോൾ പ്ലാൻ ചെയ്യാറ്. ഹരിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങുകയാണ്. അപ്പം അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് 1-ാം തീയതി തന്നെ അതിനൊരു ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് ഹരിയെയും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കാം. നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം, മറ്റൊരു സന്തോഷം, നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ശങ്കർ സാറിനെയും നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്ന മാമുക്കോയ സാറിൻ്റെ മകൻ നിസാർ മാമുക്കോയൊക്കെ ഈ 1-ാം തീയതി ഈ ചടങ്ങിൽ കാണാൻ സാധിച്ചതിൻ്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ റിഞ്ഞോക്കി എന്ന ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവരും ഇന്നിവിടെ വന്നതിൽ. പ്രത്യേകിച്ച് നമ്മുടെ ശങ്കർ സാറ്, സോമൻ ചേട്ടൻ, നിസാർക്ക് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. മീഡിയ പാർട്ട്നേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് നമുക്ക് 1-ാം തീയതി ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പുതിയ സിനിമ അതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ. പിന്നെ നമ്മളുടെ സെക്കൻഡ് വെഞ്ചറാണ്. ആദ്യം നമ്മൾ OTTക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തിരുന്നു. എൻ്റെ കൂടെ ഒരുമിച്ച് സപ്പോർട്ടായിട്ട് ഇടവും വരവും നിന്നിട്ട് എനിക്ക് 2 കോ-പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂടെ ഉണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പടം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സിനിമ നമ്മളൊരു മെയ് പകുതിയോട് കൂടിയിട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ജനുവരി നമ്മളിപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും പകുതിയോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വന്നതിൽ. ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഈ ഒരു ഫിലിം, ഈ ഒരു സിനിമയുടെ ഒരു ഭാഗം ഞാൻ എങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവത്തിൽ കൂടെയാണ് ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത്. ഹരിസാറും മകനും കൂടി ഒരു അപ്രതീക്ഷിത ഒരു ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വന്ന ഒരു ആശയത്തിൽ കൂടെ വന്നൊരു പ്രൊജക്റ്റാണിത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ശങ്കർ സാറിനൊന്ന് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. വളരെ ചെറുപ്പം മുതൽ നമ്മളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ സോഹൻ സാറ്, മാമുക്കോയ സാറിൻ്റെ മകൻ, അപ്പം എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി വരുന്ന പ്രൊമോഷൻസ് പരമാവധി ഷെയർ ചെയ്ത് ഇതിനെ നല്ലൊരു വിജയമാക്കി തീർക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ 1-ാം തീയതി അപേക്ഷിക്കുകയാണ്. പ്രൊഡ്യൂസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എഫക്റ്റ് എടുത്തിട്ട് എല്ലാ കാര്യവും ഒരു നൂലിൻ്റെ പഴുതുപോലും ഇല്ലാതെ എല്ലാതും വളരെ ഭംഗിയാക്കി ഇവിടെ വരെ എത്തിച്ച് ഇവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വരെ ചാർട്ട് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം തരണം ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം തന്നെ ക്ലിയർ ആക്കി വെച്ചിരുന്ന ഒരു ബ്രില്യൻ്റ് ആളാണ് നമ്മുടെ ഗവർണർ ചേട്ടൻ. ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂ ഇയർ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഈ ജനുവരി 1 ഓരോരുത്തർ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടും. ഇത് എനിക്ക് പറയാൻ ഭയങ്കര ഒരു തരം
സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരുപാട് കുട്ടിക്കാലത്ത് ഇങ്ങനെ കണ്ട് ഒരുപാട് ആസ്വദിച്ച ശങ്കർ ചേട്ടന് ഒരുപാട് സാധ്യതകൾ എനിക്ക് 40-40 വർഷം ഇപ്പം സിനിമയിലുണ്ടായിട്ട് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഇങ്ങനെയാണ് കാണാൻ പറ്റുക മാത്രമല്ല, വന്ന അന്നേരം മുതൽ തൊട്ടടുത്തിരുന്ന് ഞാനൊരു സംസാരിച്ച ഒരുപാട്. ഞാനൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇത്ര നേരം അങ്ങനെ ഇരുന്നിട്ടില്ല, അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല, പോക്കില്ല അങ്ങനെ എൻ്റെ കൂടെ ഒക്കെ. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ അരിയേട്ടൻ്റെ കൂടെ ഈ സിനിമയിൽ ഉണ്ടാവും. നല്ലൊരു വേഷക്കാരനെ പറഞ്ഞ് ഒന്ന് മാറ്റി പറയുന്നു, ഇവിടെ ഉറപ്പിച്ചു പറയാം. ഗൗതം, കൂട്ടുകാർ, പ്രൊഡ്യൂസർമാർ, അങ്ങനെയൊക്കെ. സിനിമയുടെ പേര് നിങ്ങൾ വായിച്ചാൽ മതി. ശങ്കരേട്ടൻ നേരത്തെ പറഞ്ഞതൊക്കെ ഞാനും വായിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഈ സിനിമയിലോട്ട് എത്തിയത് എങ്ങനെയാണെന്നുള്ളതും എനിക്കും ഒരു രസകരമായ സ്റ്റോറിയാണ്. പക്ഷെ ഞാനത് ഇപ്പം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഒരു സാഹചര്യം വരുമ്പോൾ ഞാനത് വിശദമായിട്ട് പറയും. എന്തായാലും ആദ്യം ഹരിസാറിനെ പറ്റി പറയാം. സാർ ഈ സ്റ്റോറി എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തത് ഭയങ്കര രസമായിട്ടാണ്. ഞാനത് ഈ കൊതിയോടെ കേട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്ത് ഇങ്ങനെ കേട്ട് പോയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പാട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും എനിക്ക് തൃപ്തിയാവാതെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഗൗതം ചേട്ടൻ എപ്പോഴും എന്നെ വിളിച്ച് വളരെ, നമ്മൾ ലേറ്റ് നൈറ്റ് ആണ്, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് സംസാരിക്കാറ് കൂടുതൽ. ആ സമയത്താണ് കൂടുതൽ ഞാൻ മ്യൂസിക്കിൽ ഇരിക്കാറ്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഷാഹിദ് ചേട്ടൻ, ചാലിശ്ശേരി ചേട്ടൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് ഈ മൂവിക്ക് ഉണ്ടാവണം. പിന്നെ ഇതിൽ പാട്ടുകൾ പാടുന്നത് വിനീതേട്ടൻ, വിനീത് ശ്രീനിവാസൻ, പിന്നെ സിത്താര ചേച്ചി, വൈക്കം വിജയലക്ഷ്മി ചേച്ചി. അതിൽ ലിറിക് ചെയ്യുന്നത് ശ്യാമേട്ടൻ, റിജിൻ ചേട്ടൻ, അങ്ങനെ 2 പേരാണ്. പിന്നെ നിസാർക്ക, ശങ്കർ സാർ. എൻ്റെ അമ്മ അച്ഛനൊക്കെ ശങ്കർ സാറിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ അത് ഞാൻ ശങ്കർ സാറിനോട് ഉള്ളത് അറിയാതെയാണ് വന്നത്. അപ്പോൾ കണ്ടപ്പം ഒരുപാട് എക്സൈറ്റഡ് ആയി. താങ്ക് യു സാർ. പിന്നെ സോഹൻ ചേട്ടൻ, എല്ലാവരും. ഞാൻ ആരെങ്കിലും പേര് പറയാം. ഷെയ്ൻ ചേട്ടൻ. അപ്പോൾ ഷെയ്ൻ ചേട്ടനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന 3ാമത്തെ മൂവിയാണ്. അപ്പോൾ വലിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു മൂവിയിൽ. പരിചയമുള്ള ഒരുപാട് പേര്. അപ്പോൾ എന്തായാലും ഈ മൂവി നല്ലൊരു സക്സസ് ആവട്ടെ. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര സന്തോഷം. ഞാനൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്നതാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം. ഇപ്പോൾ ശങ്കർ ചേട്ടൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാം. പിന്നെ നിസാർ ഭായി എൻ്റെ നാട്ടുകാരനാണ്. നമ്മുടെ അരക്കിണർ എനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഗൗതം ഭായിയാണ്. കാരണം ഈ സിനിമയുടെ ഭാഗമായ എല്ലാവർക്കും അറിയാം, ഗൗതം ഭായി തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. കാരണം അത് ഭയങ്കര, എന്താ പറയുക, അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കയറി വരും. സത്യം, സന്തോഷം. അതുപോലെ തന്നെ എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഈ നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസാണ്. അപ്പം ആദ്യം നിങ്ങളോടും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഈ വർഷം എല്ലാവരുടെയും മികച്ചതാവട്ടെ. താങ്ക് യു. സിനിമനെ കുറിച്ച് ഓൾറെഡി അരിച്ചേട്ടനും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്കങ്ങനെ സംസാരിച്ച് ശീലമൊന്നുമില്ല. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. നീലക്കുയിലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാനടക്കം എല്ലാവരും കണ്ടന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചാനലാണ്. സംസാരിച്ച ശീലമൊന്നുമില്ല. നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും, എല്ലാ മീഡിയാസും ഉണ്ടാവും കൂടെ. ഓക്കെ, അപ്പോൾ ജനുവരിയിൽ പൂജ അല്ലേ? ഡേറ്റ് കൺഫേം ആയിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. ആദ്യം തന്നെ ശങ്കർ സാറാണ് ഇവിടെ ഇത്രയും ഒരു പ്രസൻസ് തന്നതിന് വളരെയധികം നന്ദി പറയുകയാണ്. സാറിനെ കുറിച്ച് പിന്നെ ഞങ്ങളുടെയൊക്കെ ഈ കേരളത്തിൻ്റെ തന്നെ ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന, വളരെയധികം സ്നേഹിച്ചിരുന്ന ശങ്കർ സാറിനെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അത്ര നന്നായി പറയണമെന്നില്ല. പക്ഷെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെയധികം സന്തോഷമുണ്ടാക്കി. അദ്ദേഹത്തെ ഇവിടെ വന്ന് വളരെ വളരെ നേരത്തെ ഇവിടെ എത്തി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സന്തോഷത്തോടുകൂടി സാർ ഇവിടെ എത്തിയതിൽ ഒരുപാട് താങ്ക്സ് സാറിനോട് പറയുകയാണ്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സോഹൻ
സിനിമയിൽ നമ്മുടെ ഇവിടുത്തെ വന്ന് പ്രസൻസ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ സാർ നമുക്ക് സാർ, പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മീഡിയാസും, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ബാക്കിയുള്ള 2 പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ക്യാമറ ചെയ്യുന്ന ഫൈസൽ, അതുപോലെ തന്നെ നമ്മുടെ ആങ്കർ. ഇവിടെ മീഡിയാസിൻ്റെ സപ്പോർട്ട് നമുക്ക് വളരെയധികം നന്നായി തന്നതിൽ ഇനിയും അങ്ങോട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ള പരിപാടികളാണെങ്കിലും നമുക്ക് റിസൾട്ടിൽ വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നുള്ള ഒരു കൂട്ടായ്മയുടെ പ്രൊഡക്റ്റായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് തീർച്ചയായും ഒന്ന് കാലഘട്ടം വളരെ ഇപ്പോൾ മാർക്കൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടുതൽ ക്രൈമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോമഡി, മനസ്സറിഞ്ഞ് ചിരിക്കാനുള്ളൊരു കോമഡി സിനിമ മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നു മധളം കൂട്ടുന്നു എന്ന് പോലെ, അല്ലെങ്കിൽ നമുക്ക് പറക്കും കളിയ പോലെ നമുക്ക് വളരെയധികം തുറന്ന് ചിരിക്കാനുള്ള ഒരു സിനിമയാക്കി ഇതിനെ മാറ്റുക എന്നുള്ളത് ഞങ്ങൾക്ക് ഓരോ നിമിഷവും അതിൻ്റെ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിലോട്ടാണ് ഞങ്ങൾ എല്ലാവരും വളരെ ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഉള്ള ചെറിയൊരു ചായയും പരിപാടിയും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാവരും ഞങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ. ക്ലിക്കി നസ്രിയ തിരിഞ്ഞു നോക്കി അടിപൊളി ടൈറ്റിൽ ജനുവരി 1-ാം തീയതി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാലും എനിക്ക് നീലാംബരി മതിലുള്ള പരിചയമാണ്. 2011 റിലീസായ ചിത്രം. പിന്നെ ശങ്കർ സാറിൻ്റെ കേരളോത്സവം ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അവരൊക്കെ വിശിഷ്ട വ്യക്തികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ശങ്കർ സാറിൻ്റെ ഒരു മഹനീയ സാന്നിധ്യം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി ഞാൻ പറയുകയാണ്. തുടക്കം മുതൽ കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അതോടൊപ്പം മാമുക്ക എന്ന സീനിയർ നടൻ്റെ മകൻ ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ പൂജ ഒരു ഭംഗിയാക്കി തീർത്തു. അതോടൊപ്പം സീനിയർ PRO നമ്മുടെ ജോസ് എൻ്റെ പേര് ജോസ്, നമ്മുടെ ജോസ് വാരാപ്പുഴ ജോസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരച്ച് പറയാറുണ്ട് കാണുമ്പോൾ. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ജോസ് വാരാപ്പുഴ എന്ന കൺട്രോളിൽ സീനിയേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഭയങ്കര 2010 ഫീൽഡിൽ വരുന്നത്. അപ്പോൾ മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന 14-15 വർഷമാകും. മഹനീയ സാന്നിധ്യങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പൂജ ഒരു ഭംഗിയാക്കി, ഞങ്ങളുടെ ടൈറ്റിൽ ലോഞ്ച് ഭംഗിയാക്കി തീർത്തതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ ഇവരുടെ സപ്പോർട്ട് ഉണ്ടാകണം, മീഡിയയുടെ. അതുപോലെ തന്നെ പുതിയ നായകൻ നമ്മുടെ നിർമ്മാതാവ് തന്നെ നിർമ്മാതാവ് ഗൗതം, പിന്നെ ഷാനു മുമ്പ് സഖാവിൻ്റെ പ്രിയ സഖിയൊക്കെ പടം ചെയ്ത ആ ഒരു ബന്ധമാണ് വർഷങ്ങളായിട്ടുള്ള. അപ്പം പ്രശാന്തിൻ്റെ 3ാമത്തെ പടമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും പേരെടുത്ത് പറയുന്നത് എല്ലാവരും തന്നെ പരിചയക്കാർ തന്നെ. ഏതായാലും ക്ലിക്കി നസ്രിയ തിരിഞ്ഞു നോക്കി മലയാള സിനിമയിൽ എല്ലാവരും ഒരു ഉറ്റുനോക്കുന്ന ഒരു ടൈറ്റിലാണത്. ഈ ടൈറ്റിൽ എല്ലായിടത്തും എത്തട്ടെ. എല്ലായിടത്തും ഞങ്ങൾ PRO എന്ന രീതിയിൽ മാക്സിമം ഞാൻ പ്രിന്റ് മീഡിയയിലും ചാനലിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പബ്ലിസിറ്റി തന്നിരിക്കും. അത് തീർച്ചയാണ്. പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതേ രീതിയിലുള്ള മേക്കിംഗ് സ്റ്റൈലിലൂടെയാണ് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ പോയിരിക്കുന്നത്. എല്ലാവരിലും ശ്രദ്ധിക്കപ്പെടുന്ന ഈ ചിത്രം ഒരു 2025 നല്ലൊരു ഹിറ്റായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തും എന്ന പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും സഹകരണം സാന്നിധ്യം ഒക്കെ വേണം. ഓക്കെ, നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇത് വലിയൊരു വേദിയാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കലാകാരനുണ്ട്. നമ്മൾ വിട്ടുപിരിഞ്ഞെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രിയപ്പെട്ട മാമുക്കോയേക്ക, അദ്ദേഹത്തിൻ്റെ മകൻ നിസാർക്ക. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ, അതുപോലെ ഹരിച്ചേട്ടൻ ഒരുമ്പട്ടവൻ ഇപ്പോൾ ഈ ആഴ്ച റിലീസാണ്. ഒരുമ്പട്ടവനെ അഡ്വാൻസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇതുപോലെ ചേട്ടൻ എല്ലാവരും ഉണ്ട്, പ്രിയപ്പെട്ട മീഡിയാസൊക്കെ ഉണ്ട്. ഈ വേദിയിൽ ഒരു അവസരം കിട്ടുന്നൊരു വലിയൊരു ഭാഗ്യമാണ്. അഡ്വാൻസ് ആയിട്ട് പുതിയ സിനിമയ്ക്ക് പേര് ഞാൻ പറയാനുള്ള ആശംസകൾ നേരുന്നു. പേര് കിട്ടുന്നില്ല. അപ്പോൾ ചെറിയൊരു മിമിക്രി, നല്ലൊരു കൈയ്യടി തരാം. അതിൽ കുഞ്ഞുനാൾ പോലെ TV മാത്രം കാണുന്ന ശങ്കർ സാറ് കുറച്ച് താരങ്ങളെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ജനാർദ്ദനൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ മാനോർമത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ ചെറിയ രംഗം. ഇത് ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ. അത് ചൊടിക്കണം അവരുടെ കാല്. അയ്യോ, എന്റെ കാലല്ല, അവരുടെ കാല് തള്ളി ഒടുക്കി. സത്യാവേ, ആരാ വന്നിട്ട് കണ്ടു? പൊന്നപ്പൻ അല്ല തങ്കപ്പൻ.
എന്നെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ വന്നല്ലേ, ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അല്ല മറ്റേ ഒരു ചെറിയ കയ്യടി പോരട്ടെ. അതുപോലെ മൺമറിഞ്ഞു പോയ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തേ കാണിക്കണേ, നല്ലൊരു കയ്യടി പോരട്ടെ. ഇത് നമ്മുടെ സിനിമയല്ലേ. എന്നാലും നമ്മുടെ മാമക്കോയക്കണം മകനൊക്കെ നല്ല വേഷം ചെയ്യുന്ന ഒരു സിനിമ. നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട്. ഒരു കൊച്ചുകുട്ടി ഇത് നമ്മുടെ മായിങ് മോറ്റൊക്കെ ചോദിച്ചു ഒരു പാട്ട് പാടാൻ. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട. ഒരു മാസം ഇവിടെ പറയാണ്ട് ഒരു കയ്യടി പോട്ടെന്നേ. പ്രിയമുള്ളവരെ, ഒരാളെ അനുകരിക്കുകയാണ് ഞാൻ. വേദികൾ അവതരിപ്പിച്ച് നല്ല രീതിയിലാണ് ഇതുവരെ ഞാൻ അനുകരിച്ചിട്ടുള്ളൂ. ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കുകയാണ്. വേറെ ആരുമല്ല, ശ്രീ മാമുക്കോയ ഇക്കയുടെ സൗണ്ട് ഈ വേദിയിൽ നിന്ന് അവതരിപ്പിക്കാൻ വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടുകയാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് സിദ്ദീഖ് ലാൽ സാറിന്റെ റാഞ്ചി റാവ് സ്പീക്കിംഗ്. ആ സിനിമയിലെ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച് അദ്ദേഹം ഓഫീസിലേക്ക് ചെല്ലുന്നൊരു സീന് ഇവിടെ നിന്ന് അവതരിപ്പിക്കുകയാണ്. കള്ളനായിക്കോനെ നീ ഇവിടെ പോയി കിടക്ക. എന്നെ പൊണ്ണു വത്താച്ച എനിക്ക് തരാനുള്ള പൈസ പറച്ചാണ് ആകെ പ്രശ്നവും. ഓട് കെട്ടി തൂങ്ങിച്ചാന്ന് പറയും ആകെ പ്രശ്നമായിട്ട് നിൽക്കുക. എന്റെ പൊണ്ണു വാലേസ നമുക്ക് തരാനുള്ള പൈസ അടുത്ത ആഴ്ച നമ്മൾ വരും. കുറച്ച് ആളെ കൂട്ടി. വേറെ ഒന്നുമില്ല, ഇവിടെ കിടന്ന് ഈ പൈസ തന്നില്ല നമ്മൾ മയ്യത്താകുമ്പോ നമ്മുടെ ബോഡി അങ്ങ് നാട്ടിലേക്ക് കൊണ്ടുവരാ. വാലേസ കള്ളനായിഞ്ച മോനെ. അതുപോലെ നമ്മുടെ ദാസൻ വിജയനും ലാലേട്ടനെ ശ്രീനിവാസൻ നമ്മുടെ നാടോടിക്കാറ്റ് കണ്ടാണ്. അതിനകത്ത് ആ ഡയലോഗ്സ് നിന്നും നമ്മൾ ഓർക്കുകയാണ്. മോനെ ദാസ, മോനെ വിജയ, നിങ്ങൾ ഗബൂർക്ക ദോസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയണ ഗബൂർക്ക ദോസ്. ഇതൊരു ആഗ്രഹം കൊണ്ട് എടുത്താണ്. നല്ല കൈയടി അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് നൽകുക. അതുപോലെ ഇപ്പൊ ഓണക്കാലത്തെല്ലാം നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയ മാവേലി, നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അദ്ദേഹം നമ്മുടെ ഡൂബായ് ജഗദീശേട്ടൻ. എന്റെ ഈശ്വര, ഞാൻ വന്നു മാവേലി തിരുപിരി ചാരി ഇവിടെയുണ്ട്. ചാരി ലേഡീസിന്റെ ഇടക്കിടന്ന് ഇങ്ങനെ പാട്ടുപാടി ആട്ടുപാടി ഇങ്ങനെ നടക്കുക. അതെനിക്ക് ഇഷ്ടമായി. എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തിരുവേനി. അപ്പൊ ഒരു താരത്തെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ നല്ലൊരു കയ്യടിയോടുകൂടി ഒരു താരത്തെ കൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. സിനിമയ്ക്ക് അഡ്വാൻസ് ആശംസകൾ നേർന്നുകൊണ്ട് മൺമറഞ്ഞു പോയ ശ്രീ MS തൃപ്പൂണിത്തുറ ചേട്ടന്റെ ശബ്ദം കൂടി ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നു. രാമൻകുട്ടി, ആളുകൾ പറയുന്നു എവിടെ ചെന്നാലും പാട്ട് പാടാൻ. ഞാനും പാടി മുക്കാവനായില്ല അല്ലാതെ കലികാരം. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു കൂട്ടുകാരനാണ് മാഹിമായിട്ട് ഇവിടെ പൊക്കംകാരൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മൺമറഞ്ഞു പോയ നമ്മുടെ സുബി ചേച്ചി ഒരു അവസരം എനിക്ക് ചാനലിൽ തന്നായിരുന്നു, സുബി സുരേഷ്. അപ്പോൾ ചേച്ചി പറഞ്ഞു മണിച്ചേട്ടനെ ചെയ്യുന്നതിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്കൊരു അനുഗ്രഹം മണിച്ചേട്ടന്റെ ഭാഗം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ വാസന്തി ലക്ഷ്മിയിൽ ഒരു സംഭവം ചെയ്യുകയാണ്. ചെറുതായിട്ട് കൊല്ലില്ല. മല വാസന്തി കിടപ്പാടി കിടക്കണേ കൊച്ചട പോലെ എനിക്ക് കണ്ടില്ലേ, എല്ലാം മെയിൻ കൊത്തിയെടുത്തു തോന്നേ. ചേട്ടാ ഇവിടെ കാര്യം ഭംഗിയായിട്ട് നോക്കണേ. അമ്മ അച്ഛാ ഇവിടെ കാണണ്ടേ. അല്ല തോമസാറ് വന്നോ? തോമസാര് വന്നോ? തോമസാറ് പാവ എന്റെ വാസന്തിന്റെ പോസ്റ്ററിന് വെട്ടിക്കിരാണ്ട് തലേന് ഞാൻ അങ്ങനെ നന്ദി പറയണമെന്നറിയ ഇട്ടില്ല ഞാൻ ചത്തോ എമ്മേ. എനിക്ക് നശിച്ച് കണ്ടുകാണ്. എനിക്ക് ലോകം വേണ്ട, ഞാൻ പോവുക. താങ്ക് യു. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അലിൻ ജോസ് പെരേരയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നപ്പോൾ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കിട്ടും, ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നു. പക്ഷെ ഇന്നും അന്നും ഇന്നും ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോകുന്നു. കാരണം നെഗറ്റീവിലൂടെ ഇപ്പൊ ഇദ്ദേഹം അടുത്ത ദിവസം ഷൂട്ടുണ്ട് എനിക്കും പെരേരയ്ക്കും. ചോലബിസ്കി എന്നൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വേഷമുണ്ട്. നല്ലൊരു കൈയടി കൊടുക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് സിനിമകളിലെ അവസരം പെരേരയ്ക്ക് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം കാരണമാണ് എനിക്കിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു നിൽക്കാൻ എനിക്ക് മാഹിനൊക്കെ സാധിച്ചത്. ഈ അവസരത്തിൽ പറയണത് പോലെ നമ്മുടെ നിഷ ഇടുക്കി അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഒരുമ്പട്ടവന് അഡ്വാൻസ് ആയിട്ട് ഹരിച്ചേട്ടനും അതുപോലെ നമ്മുടെ നിസാർക്കാക്കും ബാക്കിയുള്ള അദ്ദേഹത്തിന് ഹരിച്ചേട്ടൻ്റെ മകൻ ഗവർണർ സാറിനും എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാ ഈ സിനിമയുടെ പേര് നസ്രിയ തിരിഞ്ഞു നോക്കി. എല്ലാവിധ ആശംസകളും നായകൻ പ്രൊഡ്യൂസർക്കും പാട്ടുകാർക്കും. ചേട്ടൻ ഒരു പാട്ട് പാടാതെ ശരിയാവോ? ഒരു പാട്ട് പാടണ്ടേ? പാടില്ലേ? ആയോ?
പുതിയതായിട്ടുള്ള സിനിമയായിട്ടുള്ള ക്ലാക് ക്ലാക് ക്ലിക്ലി സുരേഷ് തിരുനോക്കി സുരേഷ് നസ്രിയ തിരിഞ്ഞുനോക്കി സിനിമയ്ക്ക് എല്ലാവരും ആശംസകൾ നേരുന്നു. നമ്മുടെ ഹരിനാരായണൻ സാറിനും സാറിനും എല്ലാവരും ആശംസ നേരുന്നു. അപ്പോൾ ആ സിനിമയുടെ ടൈറ്റിലിനെ പറ്റി ഒരു പാട്ട് പാടാം. നസ്രിയ തിരിഞ്ഞു നോക്കി അടിപൊളി പടമാകട്ടെ, ഹരിനാരായണൻ സാറിന് നല്ല രീതിയിൽ ഡയറക്ഷൻ വർക്കൗട്ട് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നാൽ മാത്രം സിനിമ വിജയിക്കൂ. ഷൂട്ടിംഗ് നല്ല രീതിയിൽ വർക്കൗട്ട് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നസ്രിയ തിരിഞ്ഞു നോക്കി അടിപൊളി നസ്രിയ ആകട്ടെ നമ്മുടെ നായിക സൂപ്പർ.